ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സവാള ഒന്ന് പൊരിച്ചെടുക്കാനാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം ഞാൻ സവാള ഫ്രൈ ചെയ്തത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. ബിരിയാണി റൈസിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം പട്ട ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്പൈസസൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 7.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 കപ്പിന് 2 കപ്പ് എന്നുള്ള നിലയ്ക്ക് 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് കുറച്ച് 7.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമ്മൾ ഒരു 4 കപ്പ് അരി അരമണിക്കൂർ മുമ്പ് കുതിർത്തി അതിന് ശേഷം വെള്ളം വാലാനായിട്ട് അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുമ്പ് ചെയ്ത് വെക്കണം. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് കുറച്ച് മുന്തി നിൽക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ചോറൊന്ന് നന്നായിട്ട് അരിയൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയത്തിൻ്റെ കുറച്ച് താത്തി വെച്ചിട്ട് ഈ ചോറ് ഒന്ന് വേവണ വരെ നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 90% മാത്രം ചോറ് വെന്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കണത്. അപ്പോൾ ഈ അരി ഒന്ന് വെന്ത് വരട്ടെ. ബിരിയാണിയുടെ റൈസ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ്റെ മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 15 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സവാള വറുത്ത വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു സ്റ്റാർ അനീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ട് ഇതിൽ നിന്ന് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് ബാക്കി എല്ലാ സവാളയും വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 200 ഗ്രാം ചെമ്മീൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഈ മസാല ഈ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതുവരയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ഞാൻ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയുടെ ഇലയും ഒരു പിടി പുതിനയുടെ ഇലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതി ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ചോറും കൂടിയും ഇതിൽ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ചോറും നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.